എന്താ കാര്യം എന്താ പറ ദേശീയക്കാരാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാനുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാവൂ? ഒന്നും പറയല്ലേ, എന്തെങ്കിലും ഒന്ന് പറയൂ. അല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയധികം ആരോപണങ്ങൾ ഉയർന്ന സ്ഥിതിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണോ? വേണ്ട വേണ്ട. എന്താ കാര്യം എന്താ പറ എയർലാവെന്ന് മേടിച്ച് പറയാതിരിക്കട്ടെ. നമ്മൾ നിലപാട് പറയാതിരിക്കരുത്, പറയൂ. എന്താ എന്താണ് ഇവിടെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നുണ്ട്. അവള് പറയട്ടെ. രാഹുലിനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളിലൊക്കെ വാസ്തവമുണ്ട് എന്നല്ലേ കരുതുന്നത്? ശരി, ഒന്ന് ചോദിക്കട്ടെ. ഒരു ജനപ്രതിനിധിയിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്തതാണ് ആ ഒരു സ്വഭാവം എന്ന് പറയുന്നുണ്ടോ? അങ്ങനെ പാടില്ല എന്നാണ്. കുറ്റക്കാരനാണോ അല്ലേ എന്നത് കോടതിക്ക് വിട്ടുകൊടുക്കുകയാണ് തെളിയിക്കാനായിട്ട്. പക്ഷെ ഒരു ഓഡിയോ വരുന്നു, ആ ഓഡിയോ രാഹുലിന്റെ തന്നെയല്ലേ? തുറന്ന് സംസാരിക്കും. അപ്പോഴേ നമുക്ക് നല്ല ഭാവി രാഷ്ട്രീയ നേതാക്കളെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ശരി, രാഹുൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നെങ്കിലും പറയില്ല. അങ്ങനെ രാഹുൽ എന്നല്ല ഏതൊരു വ്യക്തിയും നമ്മുടെ നാട്ടില് എല്ലാ ജനങ്ങളും ഒരുപോലെ എന്നാണ്. അധാർമികതക്കെതിരെ എല്ലാ കാലത്തും ഇപ്പൊ നമ്മള് ഏത് പാർട്ടിയിലായാലും നമ്മൾ പ്രതികരിക്കേണ്ടതല്ലേ? നമ്മൾ ഒരു വ്യക്തിക്കെതിരെ അല്ല പ്രതികരിക്കേണ്ടത്. നമ്മള് അല്ല, ഇവിടെ ആ വ്യക്തി അങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ടാണല്ലോ ചോദ്യം വന്നത്. ശരി, വേണ്ട, എന്തായാലും പറയാനൊരു മടി. ഇപ്പോ ഇലക്ഷൻ സമയത്ത് ഇതൊരു പൊളിറ്റിക്കൽ ഗൂഢാലോചനയുടെ പുറത്ത് ഉയർന്നു വന്നതാണ് എന്നാണോ കരുതുന്നത്? തീർച്ചയായും ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ടാണ്. വർഷങ്ങൾ മുമ്പ് ഒരു കേസുകൾ കേസുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും, ഒരു കേസും ഈ അടുത്ത സമയത്തുണ്ടായതല്ല. വർഷങ്ങൾ മുമ്പുള്ള പല കേസുകളും കുത്തിപ്പൊക്കിക്കൊണ്ടാണ് വോയിസുകളും മെസ്സേജുകളൊക്കെ ആയിട്ട് ഇപ്പൊ എടുത്തു കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. അതിജീവിതയ്ക്ക് എപ്പോ വേണമെങ്കിലും പരാതി കൊടുക്കാം. വേണമെങ്കിലും പരാതി കൊടുക്കാമെങ്കിലും കറക്റ്റ് ഒരു ഇലക്ഷൻ സമയം എടുക്കുമ്പോഴത്തേക്ക് അത് പരാതി വരുന്നതിന്റെ ഉദ്ദേശശുദ്ധി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിജീവിത സ്വയം കൊടുക്കുന്നതാണോ അല്ലെങ്കിൽ അത് ആരുടെയും പ്രേരിതമായിട്ട് വരുന്നതാണോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിട്ടുള്ള കാര്യമാണ്.